നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് ശ്രീലങ്ക. ശ്രീലങ്ക മാത്രമല്ല, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം സനത് ജയസൂര്യയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പരസ്യമായിട്ട് ഇപ്പോൾ നന്ദി പറഞ്ഞിരിക്കുന്നത്. കാവൽ മാലാഖയെ പോലെ ഒപ്പം നിന്ന ഇന്ത്യക്ക് നന്ദി എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് വ്യക്തമാക്കുന്നത്. മോദിയോടും സൈന്യത്തിനോടും തീർത്താൽ തീരാത്ത കടപ്പാട് എന്ന് ജയസൂര്യ കുറിച്ചു വെക്കുന്നു. ശ്രീലങ്കയിൽ ആഞ്ഞടിച്ച ദിദ്വ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച വിനാശകരമായിട്ടുള്ള നാശനഷ്ടങ്ങൾക്കിടയിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ ഇന്ത്യ വീണ്ടും സ്വന്തം കടമ നിറവേറ്റി എന്ന് വേണം പറയാൻ എന്നുകൂടി കുറിക്കുകയാണ്. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ശ്രീലങ്കയിൽ ഇന്ത്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു അത്. ശ്രീലങ്കയിലെ നമുക്കറിയാമല്ലോ, ദുരന്ത ബാധിതരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാലാഖമാരെ പോലെയാണ് ഇന്ത്യൻ സായുധ സേനയിലെ സൈനികർ എത്തിയത് എന്നാണ് സനത് ജയസൂര്യ പറയുന്നത്. ഇന്ത്യയുടെ ഒരു സഹായത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള സഹായത്തിന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം സനത് ജയസൂര്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പരസ്യമായിട്ട് നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ ദുഷ്കരമായിട്ടുള്ള സമയത്ത് പിന്തുണ നൽകിയതിന് മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം കൂടിയായിട്ടുള്ള ജയസൂര്യ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ഒപ്പം തന്നെ ഇന്ത്യൻ ജനങ്ങൾക്കുമൊക്കെ നന്ദി അറിയിക്കുകയാണ്. നന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള സമയങ്ങളിൽ ശ്രീലങ്കയ്ക്കൊപ്പം നിന്നതിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇന്ത്യയിലെ ജനങ്ങൾ എന്നിവരോട് ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് ജയസൂര്യ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ കുറിക്കുകയായിരുന്നു. ഇതിനു പുറമെ ശ്രീലങ്കയിലെ പ്രമുഖ പത്രപ്രവർത്തനമായിട്ടുള്ള അസം അമീനും നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന പോലെ നിങ്ങളുടെ പിന്തുണയും നമ്മുടെ സൗഹൃദത്തിന്റെ യഥാർത്ഥ ശക്തി കാണിക്കുന്നു എന്ന് അടിവരയിടുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഈ ഇന്ത്യൻ സൈന്യമായിരുന്നു, ഇന്ത്യക്കാരായിരുന്നു എന്നതിന് വളരെ വലിയ നന്ദി എന്നാണ് അസം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അമീൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ ഒരു ശ്രീലങ്കൻ സ്ത്രീ ഇന്ത്യൻ വ്യോമസേന പൈലറ്റിന് നന്ദി പറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളപ്പൊക്കത്തിനിടയിലെ മനോഹരമായിട്ടുള്ള നിമിഷം. തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി സഹായിച്ച ഇന്ത്യൻ വ്യോമസേന പൈലറ്റിന് ഒരു ശ്രീലങ്കൻ അമ്മ നന്ദി പറയുകയാണ്. നാശനഷ്ടങ്ങൾക്കിടയിലും മനുഷ്യത്വം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു എന്ന്, ദയയ്ക്ക് അതിരുകളില്ല എന്ന അടിക്കുറിപ്പോട് കൂടിയുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലും ഈ ശ്രീലങ്കയിൽ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കൂടാതെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇന്ത്യ ഇതുവരെ 53 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ ശ്രീലങ്കയ്ക്ക് സംഭാവന ചെയ്തു കഴിഞ്ഞു. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ശ്രീലങ്കയെ തുടർന്നും സഹായിക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തതാണ്. അതേസമയം ഈ പാകിസ്ഥാൻ ദുരിതാശ്വാസത്തിന് എന്ന പേരിൽ ശ്രീലങ്കയിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ അയച്ചത് കാലാവധി കഴിഞ്ഞ പല സാമഗ്രികളുമായിരുന്നു. ശ്രീലങ്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനാണ് സോഷ്യൽ മീഡിയയിൽ ദുരിതാശ്വാസ പാക്കേജുകളുടെ ഫോട്ടോകൾ പങ്കുവച്ചത് പോലും. വെള്ളപ്പൊക്ക ബാധിത രാജ്യത്തിന്റെ പിന്തുണ, ആ പിന്തുണയെ പുകഴ്ത്തിയായിരുന്നു പോസ്റ്റും. എന്നാൽ അതിൽ അവരുടെ കാലാവധി, അല്ലെങ്കിൽ അയച്ച സാമഗ്രികളുടെ കാലാവധി എന്ന് പറയപ്പെടുന്നത് വ്യക്തമായിരുന്നു. അതായത് പല പാക്കേജുകളിലും എക്സ്പയറി ഡേറ്റ് എന്ന് പറയപ്പെടുന്ന ലേബൽ ഉണ്ടായിരുന്നു. 2024 ഒക്ടോബറിൽ കാലഹരണപ്പെട്ട വസ്തുക്കൾ ദുരിതാശ്വാസത്തിന് എന്ന പേരിൽ അയച്ച് ലോകത്തിന് മുന്നിൽ പ്രശസ്തി നേടാനായിരുന്നു ഈ പാകിസ്ഥാന്റെ ശ്രമം. ഇത്തരം പ്രവൃത്തികൾ മനുഷ്യ മനസാക്ഷിക്ക് പോലും നിരക്കാത്തതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശ്രീലങ്കൻ മാധ്യമ പ്രവർത്തകർ അടക്കം ഇതിനോടൊപ്പം രംഗത്ത് വരികയും ചെയ്യും. അവിടെയാണ് ഇന്ത്യയുടെ മഹത്വം വിളിച്ചോതുന്ന ഇത്തരത്തിലുള്ള ശ്ലാഘനീയമായ പല പ്രവർത്തികളും ഉള്ളത് എന്നാണ് ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ കൂടിയായിരുന്ന സനത് ജയസൂര്യ വ്യക്തമാക്കുന്നതും അവിടുത്തെ ജനങ്ങൾ സാക്ഷ്യപത്രം നൽകുന്നതും. നമുക്കറിയാമല്ലോ, ദിദ്വ ചുഴലിക്കാറ്റിന്റെ നാശനഷ്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന ശ്രീലങ്ക ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നവംബർ മാസം 16 ആരംഭിച്ച കഠിനമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് ശേഷം 330-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 370ഓളം പേരെ അവിടെ കാണാതാവുകയും ചെയ്തു. 1.1 ദശലക്ഷത്തിലധികം ആളുകളെ ഇത് ബാധിച്ചു എന്നതാണ്. തുടർന്ന് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഇന്ത്യ ഒരു പ്രധാന ദുരിതാശ്വാസ സംവിധാനം ഒരുക്കുന്നു, ഒരു ദുരിതാശ്വാസ പ്രവർത്തനം ആരംഭിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അതായത് NDRF, ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ നാവികസേന എന്നിവയിൽ നിന്നുള്ള ടീമുകൾ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുവാൻ രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിലധികമായി, 1.5 ആഴ്ചയോളം, ഏകദേശം 10 ദിവസത്തിലധികമായി ഇന്ത്യൻ സേനയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശ്രീലങ്കയ്ക്ക് നൽകുന്നത് വലിയ മാറ്റങ്ങളാണ്.
വലിയ ദുരിതത്തിലേക്ക് പോകപ്പെട്ട ഒരു രാജ്യത്തെ കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരുവാനും ഒപ്പം തന്നെ ആ രാജ്യത്തെ രക്ഷപ്പെടുത്തിയെടുക്കുവാനും നമ്മുടെ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഒക്കെ കാണിച്ച ആ ഒരു വല്ലാത്ത അടുപ്പം, ആ ഒരു മാനുഷിക പിന്തുണ, അത് എടുത്തു പറയപ്പെടേണ്ടത് തന്നെയാണ് എന്നിരിക്കുന്നു. കാരണം ശ്രീലങ്കയെ പോലൊരു രാജ്യം ചിലപ്പോൾ മുങ്ങിത്താണുപോയേനെ ഈ വെള്ളപ്പൊക്കക്കാലത്ത്. പക്ഷെ അതിൽ നിന്നൊക്കെ അവരെ കരകയറ്റി കൊണ്ടുവരുവാൻ, സാമ്പത്തികമായിട്ട് തന്നെ തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരികെ കൊണ്ടുവരുവാൻ നമ്മുടെ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെയാണ് സനത് ജയസൂര്യ അടക്കമുള്ള ശ്രീലങ്കൻ ക്രിക്കറ്റർമാർ നരേന്ദ്രമോദിയെ നേരിട്ട് അഭിനന്ദനം അറിയിക്കുന്നതും. ഇതൊക്കെ ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഈ ഇന്ത്യ ഇത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ മാനുഷിക പരിഗണനയുമൊക്കെ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഇന്ത്യയുടെ യശസ് വർദ്ധിക്കുക തന്നെ ചെയ്യും. നരേന്ദ്രമോദിയുടെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച